ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ WWE അപ്ഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ WWE ഇഷ്ടപ്പെടുന്നവരെല്ലാം ലൈക്ക് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബിൽ ഗോൾഡ്ബർഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഗോൾഡ്ബർഗ് കുറേ നാളായിട്ട് വരുമെന്ന് പറഞ്ഞ് കേൾക്കുന്നില്ല, ഇതുവരെ കണ്ടില്ലല്ലോ എന്ന്. എന്തായാലും അതിനൊരു ഉത്തരം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു പ്രമുഖ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും അടുത്ത വർഷം അദ്ദേഹം 1 അല്ലെങ്കിൽ 2 മാച്ചുകൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ആ ഒരു പ്രമുഖ മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു റിട്ടയർമെൻറ്റ് മാച്ച്. സോ ഇതിൽ ഒന്നും ഗോൾഡ്ബർഗിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമുക്കറിയാം അദ്ദേഹം ഓൾറെഡി റിട്ടയറായി. അതിൻ്റെ മാച്ചിലും ചില ഇഷ്യൂസ് ഉണ്ട്. സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്ത വർഷം ഉറപ്പായിട്ടും 1-2 മത്സരം കാണും. നെറ്റ്ഫ്ലിക്സ് ഷോ ഒക്കെയാണ്. സോ ഉറപ്പായിട്ടും ഗോൾഡ്ബർഗിൻ്റെ ഒരു റിട്ടയർമെൻറ്റ് മാച്ച് അടുത്ത വർഷത്തോടെ നമുക്ക്, അതായത് 2020 ഒരു മാസമേ ഉള്ളൂ. സോ അത് കഴിഞ്ഞാൽ നമുക്ക് റസൽമേനിയ ആ ഒരു എന്താ പറയുക, ആ ഒരു ലൈനിലൊക്കെ കാണാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. സോ ഇതിൽ കാണാൻ സാധിക്കുന്നത് ഗോൾഡ്ബർഗിനെ ഒരു വട്ടം കൂടി. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോൺസിനെയും ബ്രോക്കുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും നെറ്റ്ഫ്ലിക്സിൻ്റെ ഡെബ്യൂ ഷോ എപ്പിസോഡിൽ നമുക്ക് ജോൺസിനെയും ബ്രോക്കിനെയും ഒരുപോലെ കാണാൻ സാധിക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. മിക്കവാറും ഇരുവരും ടാഗ് ടീം മാച്ചിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തിട്ടില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇരുവരും ചേർന്നൊരു ടാഗ് ടീം മാച്ചൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നെറ്റ്ഫ്ലിക്സ് ആണ്, അവർക്കൊരു ബൂസ്റ്റപ്പ് വേണം. കാരണം നെറ്റ്ഫ്ലിക്സ് നമുക്കറിയാം ഉറപ്പായിട്ടും അതൊരു OTT പ്ലാറ്റ്ഫോമാണ്. സോ അവിടേക്ക് ആളുകൾ സ്വിച്ച് ആകണം. സോ അതിന് വേണ്ട തന്ത്രങ്ങളെല്ലാം എടുക്കണം. സോ അതിനുവേണ്ടി ഉറപ്പായിട്ടും എന്തായാലും ഗോൾഡ്ബർഗ് അല്ല, നമ്മുടെ ജോൺസിന് റോക്ക് ഒരു മാച്ചൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇത് രണ്ടൊരു ടാഗ് ടീം മാച്ചിലേക്ക് ഉണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജിമ്മി യൂസോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ജിമ്മി യൂസോ ബ്ലഡ് ലൈൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇഞ്ചുറി സംഭവിച്ചു. നമുക്കറിയാം ആ ഒരു വാർ ഗെയിംസ് മാച്ച് ടോ ഇഞ്ചുറി ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ ആ ഒരു ഇഞ്ചുറി കാരണം അദ്ദേഹം എന്താ പറയുക, ഇനി കുറച്ച് നാൾ മിസ്സാകും. മിനിമം ഒരു മാസമെങ്കിലും മിസ്സാകാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ മിക്കവാറും അദ്ദേഹം റോയൽ റംബിളിൽ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഷോയിലേക്ക് വരാനുള്ള സാധ്യതകളുള്ളൂ. സോ എന്തായാലും എനിക്ക് തോന്നുന്നു ആ ജെ യൂസോ, സാമി സേൻ, ഡ്രൂ മക്കിൻ്റെയർ ആ ഒരു സ്റ്റോറിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു ഇവരെ ഒന്ന് മാറ്റി. ശരിക്കും ഇഞ്ചുറി ആണോ എന്നറിയില്ല, പറഞ്ഞു കേൾക്കുന്നത് ടോ ഇഞ്ചുറി ആണെന്ന്. ഒരുപക്ഷെ ആ ഒരു സ്റ്റോറിക്ക് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്നതായിരിക്കാം, എന്താണെന്നൊരു വീഡിയോയും കിട്ടുന്നില്ല. സോ എന്തായാലും ഇപ്പോൾ ടോ ഇഞ്ചുറിയാണ്. പ്രത്യേകം ജിമ്മി യൂസോ വരാനുള്ള സാധ്യതകളില്ല. ഇത് പെട്ടെന്ന് വരാനുള്ള സാധ്യത മിനിമം ഒരു മാസമെങ്കിലും എടുക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ എന്തായാലും എന്തിനാണ് ഇങ്ങനെ ഫേക്ക് ഇഞ്ചുറി ഞാൻ സ്റ്റിൽ എനിക്കറിയില്ല ഫേക്ക് ഇഞ്ചുറി ആണോ എന്ന്. കാരണം ഇങ്ങനെ ഒരു സ്റ്റോറി പോകണമെങ്കിൽ ജിമ്മി യൂസോ അവിടെ ഉണ്ടാകാൻ പാടില്ല. സോ അങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ അതൊരു ഫേക്ക് ഇഞ്ചുറി ആവാനുള്ള സാധ്യതയുണ്ട്. ബട്ട് WWE മറ്റുള്ള ആളുകളൊക്കെ ഒഫീഷ്യലായിട്ട് പറയുന്നത് അതൊരു എന്താ പറയുക ടോ ഇഞ്ചുറിയാണ്, ശരിക്കുള്ളൊരു ഇഞ്ചുറി കാണും. ബട്ട് ഇത്രയും നാളായിട്ട് ടോ ഇഞ്ചുറിയൊക്കെ ഇത്രയും നാൾ വേണമെന്ന് എനിക്കറിയില്ല. സോ എന്തായാലും ഇതൊരു എന്താ പറയുക, ആദ്യത്തെ മാറ്റി നിർത്താനുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുള്ളൂ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രോൺസൺ റീഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു സെയിം കാര്യമൊക്കെ തന്നെയാണ് എനിക്ക് ബ്രോൺസൺ റീഡുമായിട്ട് ബന്ധപ്പെട്ടും പറയാനുള്ളത്. അതായത് ബ്രോൺസൺ റീഡിനും സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ ഒരു ഇഞ്ചുറി സംഭവിച്ചു. സോ ആ ഇഞ്ചുറി കുറച്ച് സീരിയസ് ഇഞ്ചുറിയാണ്. നമ്മുടെ ജിമ്മി യൂസോയെക്കാട്ടിലൊക്കെ സീരിയസ് ഇഞ്ചുറിയാണ്. എന്താ പറയുക അല്ലേ, നമ്മൾ ക്രിക്കറ്റിൻ്റെയൊക്കെ പരസ്യം പറയുന്ന പോലെ, ക്രിക്കറ്റിൽ നമ്മുടെ ഈ സിഗരറ്റിൻ്റെയൊക്കെ പരസ്യം പറയുന്ന പോലെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റണ്ണൗട്ട് ആകുന്നത് എന്തൊരു കഷ്ടമാണ്. സത്യം പറഞ്ഞാൽ സർവൈവർ സീരീസ് വാർ ഗെയിംസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു പെർഫോമൻസ് പറയുന്നത് ബ്രോൺസൺ റീഡിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ജേക്കബ് ഫട്ടുവിൻ്റെയും പെർഫോമൻസ് ആയിരുന്നു. വേറെ ലെവൽ. എന്താ ഫൈറ്റ് ഒന്നും പറയില്ല. കാരണം ഒരു പേസ് അതാണ് വേണ്ടത്. എനിക്കിഷ്ടമാണ് ഈ ഒരു WWE പേസ് വരുമ്പോൾ. നല്ല ഇപ്പോൾ നേരത്തെ ഗോൾഡ്ബർഗിന് ആ ഒരു പേസ് ഉണ്ട്, ബട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ എവിടെയും നഷ്ടപ്പെട്ടു. ബട്ട് ആ ഒരു പേസ് ഇപ്പോൾ ബ്രോൺസൺ റീഡ് അതുപോലെ തന്നെ നമ്മുടെ ജേക്കബ് ഫട്ടു പോലുള്ള താരങ്ങൾക്ക് ആ ഒരു പേസ് ഉണ്ട്. ഒരു ഷട്ടപ്പെടാന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ലാഗ് അടിപ്പിക്കാറേ ഇല്ല. പക്ഷേ അതൊക്കെയാണ് രസം. ലാഗ് അടിപ്പിക്കരുത് ഈ WWE മാച്ചത്തെ കൂടെ. സോ അങ്ങനത്തെ സൂപ്പർ സ്റ്റാർസ് ആണ് നമ്മുടെ ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ, അതുപോലെ തന്നെ ജേക്കബ് ഫട്ടു ഒക്കെ. സോ അതുപോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു ബ്രോൺസൺ റീഡ് ആ ഒരു സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത്. അതിനിപ്പോൾ ഒരു ഇഞ്ചുറി വരുന്നു. അദ്ദേഹം വേറെ ലെവലിൽ പോകുമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇഞ്ചുറി അതൊരു പ്രശ്നം തന്നെയാണ്. അതിന് മിനിമം എനിക്ക് തോന്നുന്നു റസൽമേനിയയിൽ അടുത്ത് വരും, അല്ലെങ്കിൽ റസൽമേനിയ കഴിഞ്ഞ് മെയിലൊക്കെ വരത്തുള്ളതാണ് ചില മാധ്യമം പറയുന്നത്. സോ മിക്കവാറും റസൽമേനിയ മിസ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ബ്രോൺസൺ റീഡുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊരു കഷ്ടമാണ് നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഔട്ടായി പോവുക.